ഇപ്പോൾ നമുക്ക് ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഞായറാഴ്ചയിലെ ആ ഒരു ഉച്ചയൂണ് വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ കാര്യമായിട്ടെന്ന് വെച്ചാൽ നമ്മളിന്ന് നല്ല വലിയ മത്തി, അത്യാവശ്യം നല്ല വലുപ്പമുള്ള മത്തി തന്നെയാണ്. അങ്ങനെ വലിയൊരു മത്തി അങ്ങനെ കിട്ടില്ല. അപ്പോൾ കൂടുതലാണ് ചെറുതാണ് വരല്. അപ്പോൾ വലിയ മത്തി അതുകൊണ്ടുള്ള കറി വറുത്തതുമാണ്. അതാണ് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങളെ ഊണിനുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസമാണല്ലോ ഇപ്പോൾ ഇന്ന്. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് മീൻ വറുത്തത് അതെന്ന് വെച്ചാൽ നല്ല ഉഗ്രം വലിയ മത്തി. ഇപ്പോൾ കൂടുതൽ ഈ ചെറിയ മത്തിയാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇന്ന് നല്ല വലിയ മത്തി അതാണ് ഇപ്പം ഇന്ന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഇന്നത് വാങ്ങാൻ തന്നെ കാരണം, നല്ല വലുതായതുകൊണ്ട്. അപ്പോൾ അത് കറിയേക്കും വറുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അതായത് നമുക്കെന്ന് വെച്ചാൽ ഇത് 1/2 കിലോ മീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കറിവയ്ക്കാനും വറുക്കാൻ ഞങ്ങൾക്ക് അത് മതിയല്ലോ. അതായത് നമ്മൾ ഓരോന്ന് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്കിതാ മത്തി അത് നന്നാക്കാം. നല്ല വലിയ മത്തിയാണ്. അതിപ്പോൾ കുറേ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് അല്ല, അമ്മയ്ക്ക് വലിയ മത്തി ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ചെറിയ മത്തിയാണ് ഇഷ്ടം, അമ്മയ്ക്ക് വലിയ മത്തി ഇഷ്ടം. അപ്പോൾ വലിയ മത്തി ഞാൻ അങ്ങനെ കാണലില്ല. അപ്പം ഇന്നത് മാർക്കറ്റിൽ ഇത് കണ്ടതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ ഭയങ്കര അങ്ങനെ വലിയൊരു വിലയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ 160 ഒക്കെയാണ് 1 കിലോന്. അതെ, 160. അപ്പോൾ നമുക്ക് 1/2 കിലോ മീൻ വാങ്ങിച്ചു ഞങ്ങൾ. ഒക്കെ കഴുകി വൃത്തിയാക്കി. ഇത് 2 വറക്കാനുള്ളത്. അപ്പോൾ കറി വയ്ക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതൊക്കെ ചേർക്കാം. പിന്നെ തക്കാളി, പച്ചമുളക് അതൊക്കെ ചേർത്തു. പിന്നെ വറുക്കുന്നതിലേക്ക് ഫിഷ് ഫ്രൈ മസാല, പിന്നെ ലേശം കുരുമുളക് പൊടി. മത്തി വറുത്തത് നല്ല ടേസ്റ്റാണ്. ഉപ്പും അത് ചേർത്തു. പിന്നെ ഇത് കറി വയ്ക്കുന്നതിലേക്കുള്ള പുളി പിഴിഞ്ഞ് വാരാനുള്ളത്. നമ്മൾ സാധാരണ മൺചട്ടിയിൽ സാധാരണ പോലെ ഒരു കറി. ഇനിയിപ്പോൾ തേങ്ങ, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി ഇത് ചേർത്ത് അരച്ചത്. ഇത് നമ്മൾ ഇങ്ങനെ അരച്ച് ചേർക്കുക ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല, അങ്ങനെയല്ല. പിന്നെ നമുക്ക് വറക്കാനുള്ളതൊക്കെ ആ ഒരു മസാല ഇവിടെ തിരുമ്പി ഇവിടെ വയ്ക്കാം. കറി അങ്ങനെ വെന്ത് വരുന്നുണ്ട്. മത്തിയല്ലേ, വേഗമാവും. എനിക്ക് മത്തി കറി വെച്ചതിൻ്റെ ആ കറിയാണ് ഇഷ്ടം, കഷ്ണത്തിലേറെ. അത് ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണം എനിക്ക് കൂടുതൽ വറുത്തതാണ്. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടു. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി അതിട്ടു. പിന്നെ നമുക്ക് 2 മത്തി അത് വറക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം ഇപ്പോൾ മീൻകറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് പിന്നെ നേരത്തെ തന്നെ ആയി. ഞങ്ങൾ ഏകദേശം 10:15 സമയം. അപ്പോൾ കുറച്ച് സമയം പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇനി മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും വെച്ചാൽ നമ്മൾ ഈ മീൻ ഇപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ പഠിക്ക് തന്നെ മീൻ വരുന്നുണ്ട്. അതിപ്പോൾ ഈ ബൈക്കുമില്ലൊക്കെ ആ മറ്റേ മീൻ പെട്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പെട്ടി വെച്ചിട്ടും അല്ലെങ്കിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ അങ്ങനെ, അപ്പോൾ അതിലൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ മാർക്കറ്റിൽ കിട്ടും, പലതരത്തിലാണ്. പക്ഷെ മുമ്പത്തെ ഒരു കാലത്തെ ആ ഒരു അന്ന് മീനൊക്കെ കിട്ടിയിരുന്ന ആ ഒരു കാര്യം അതാണ് ഇപ്പോൾ നമ്മൾ അമ്മേനോടും ചോദിക്കുന്നത്. നമ്മളോടുണ്ട് അന്ന് എങ്ങനെയായിരുന്നു ഇപ്പോൾ ആ ഒരു മീനും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്? പണ്ട് കാലത്ത് വലിയ മത്തിയൊക്കെ നല്ലോണം കിട്ടും. നല്ല ഉണ്ട് അല്ലേ? അന്ന് നല്ലോണം കിട്ടും. ആ വീട്ടിലേക്ക് അന്ന് കൊണ്ടുവരില്ല. അന്ന് മീൻ തട്ടിലേക്ക് വേണം അല്ലേ? ആ, വീട്ടിലേക്ക് എപ്പോഴാണ് കൊണ്ടുവരൽ തുടങ്ങിയത്. പിന്നെയാണ് അതൊക്കെ വന്നത് അല്ലേ? ആ, പണ്ടൊന്നും വീട്ടിലേക്ക് വരില്ല. മീൻ തട്ടുണ്ട്, മീൻ കടത്താരം അങ്ങോട്ട് പോവുക. ഇപ്പൊ മീൻ മാർക്കറ്റ് എന്ന് പറയണല്ലേ? ആ, മീൻ മാർക്കറ്റ്. അവിടെ പോയിട്ട് വാങ്ങണം. അവിടെ പോയിട്ടാ വാങ്ങുക. പിന്നെ സൈക്കിളും ഇതൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ടല്ലേ? ആ, അത് കഴിഞ്ഞ് അപ്പം വീട്ടിലേക്കാ പോയി. പിന്നെ ഒരു സൈക്കിളും വന്നു അല്ലേ? അത് വീട്ടിലേക്കാ പോരും. അത് വളയുടെ കൊട്ടയല്ല വില കൊണ്ടുവരല്ലേ? ആ, അന്ന് തന്നിരുന്നത് തേക്കിൻ്റെ ഇല, പൊടിയെണ്ണീൻ്റെ ഇല, അതിലൊക്കെ ചിലപ്പോ അങ്ങനെയാണ് പൊതിഞ്ഞല്ലേ? ആ, പീസില്ല. 1 ഉറുപ്പ്യക്കൊക്കെ നല്ലോണം കിട്ടും. അന്നത്തെ ഒക്കെ പറയാച്ച 4.75. ആ 4.75 വാങ്ങുക. 4 അണ 8 അടക്കൊക്കെ വാങ്ങിയാൽ നല്ലോണം കിട്ടും. തന്നെ കിട്ടും. അതേമാതിരി പല മീനും കൂട്ടിയില്ല, ചെമ്മീപ്പൊടി, വെള്ളപ്പൊടി മീനാണ്ടാവുക. അത് ഒരിയായിട്ട് വിൽക്കുക. പല വക ആ ധാരാളം കിട്ടും. ആ പുഴമീൻ, പാടത്ത മീൻ
ഒക്കെ കിട്ടും. അതും കിട്ടിയതല്ലേ? അതും കിട്ടും. പാടത്തുനിന്നൊക്കെ വലയിട്ട് പിടിച്ചിട്ട് കുഴിയാളുന്ന് ആ മീൻ വന്ന് കിട്ടിയതല്ലേ? മീനും കിട്ടും. അതങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അല്ലേ? മൺചട്ടി തന്നെയാണ് വെക്കുക, തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കുക. മീനല്ലെങ്കിൽ മൺചട്ടി തന്നെയാണ് വെക്കുക. പച്ചക്കറിയൊക്കെ എന്താ കൽച്ചട്ടിയിൽ വെക്കുക. പിന്നെ അപ്പോൾ ഒക്കെ കുക്കറായി. അന്നൊക്കെ അമ്മീമ്മൽ അരച്ചിട്ടാണ് കുരുമുളക് കണ്ടൊക്കെ കുത്തിയിട്ട് അരച്ചിട്ടാണ് വറക്കണം മീൻ. ചീനച്ചട്ടി തന്നെയാണ് അന്നൊന്നും അത് മാറിയിട്ടില്ല. അന്നും ചീനച്ചട്ടിയൊക്കെ അന്നും ഉണ്ട്. ഞങ്ങളൊക്കെ ഇപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു കാലം വന്നപ്പോഴൊക്കെ, അതായത് അപ്പോഴേക്കൊക്കെ മീൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഏകദേശം നമുക്കൊരു 10 രൂപ അല്ലെങ്കിൽ 10, ഈ 20ഒക്കെ 10 രൂപ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഒക്കെ ചെറിയൊരു തോതിൽ കിട്ടും. ഒരു 10, 20 അങ്ങനെ വന്ന് പിന്നെ 50 രൂപയായി. അങ്ങനെയുള്ളപ്പോ ഒരു മീനിന്റെ കിലോയ്ക്ക് വില അങ്ങനെ കൂടി വരുന്നു. അന്നും ഇതേപോലെ തന്നെയാണ് സൈക്കിളുമ്പിൽ വന്നിരുന്നു. പിന്നെ സൈക്കിള് ആ ബാക്കിൽ കൊട്ട വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ അവിടുന്ന് കാലത്തുള്ളൊരു ഓർമ്മ ഉണ്ട്. പിന്നെ അപ്പോഴേക്കൊക്കെ പിന്നെ കാലം കുറെ മാറിയില്ലേ, പിന്നെ എല്ലാം മാറി. പിന്നെ ഒരു M80 എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി, അതിൽ കുറെ കാലം മീൻ വന്നവർക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പഠിക്കൂടെ. പക്ഷെ നമുക്ക് പഠിക്കുന്നതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേഗം വാങ്ങിക്കാം. പക്ഷെ പഠിക്കൽ ഇങ്ങനെ ഒരു ഒറ്റ ഇതിലല്ലേ വരുള്ളൂ. ഒരു കൊട്ടയിലാകുമ്പോൾ അധികം പലതരത്തിലുള്ള മീനുകൾ കിട്ടില്ല. അതിന് ആകുമ്പോൾ മാർക്കറ്റിലാകുമ്പോൾ ഒരു സൗകര്യമാണ്. അങ്ങനെ ഉണ്ട്. നമുക്ക് പഠിക്കലാണ് നമ്മളെ നോക്കി അളവിനനുസരിച്ച് വാങ്ങാം. പിന്നെ അതിനായിട്ട് നമ്മൾ സഞ്ചിയോ കവറൊന്നും കൊണ്ടുപോകാൻ വേണ്ട, നേരെ നമ്മളെ മീൻ നമ്മൾ സാധാരണ വീട്ടിലെ ഏതെങ്കിലും ഒരു പാത്രം കൊണ്ടുപോയി വാങ്ങാം. അങ്ങനെ രസമാണ്. വീടിന്റെ പടിയിൽ കൂടെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി വാങ്ങിക്കാനൊക്കെ ഒരു രസം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇനി ഏതായാലും നേരം 12 മണി ആവട്ടെ, എന്നിട്ടാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഊണ് കഴിക്കല്ലേ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി, സമയം ആയി ഞങ്ങൾ ഊണ് കഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇനി മീൻകറി. പിന്നെ അമ്മയ്ക്ക് ഒരു മീൻ വറുത്തത്, 2 വറുത്തത്, 1 അമ്മയ്ക്കും 1 എനിക്കും. പിന്നെ നമ്മൾ പതിവ് പപ്പടം കാച്ചിയത്. ഇന്നിപ്പോൾ വേറെ വെജിറ്റബിൾ വിഭവങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറും മീൻകറിയും മീൻ വറുത്തും പപ്പടം കാച്ചിയതും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മീൻ ആണ് മീൻ കറി. എനിക്ക് ഈ വറുത്തതും അതാണ് കൂടുതലിഷ്ടം. രണ്ടാക്കും പറ്റിയത് തന്നെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.